ലിനൻ സാരി ഒരു ഡാർക്കർ പാലറ്റിലാട്ടോ വന്നേക്കുന്നത്. നമ്മുടെ വൈൻ റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷൻ. അതിൻ്റെ ബ്ലൗസ് പീസാണ് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ സ്ട്രൈപ്സ് ലുക്കിൽ വന്നേക്കുന്നത്. സിൽവർ സെറീൻ്റെ ഒരു സ്ട്രൈപ്സ് ലുക്കിൽ വന്നേക്കുന്നത് ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ബ്ലൗസിൻ്റെ ഫോട്ടോ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടാവും കേട്ടോ. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ സിൽവർ സെറീൻ്റെ തന്നെ ഒരു വീവിങ് സ്റ്റൈൽ ടിഷ്യൂൻ്റെ പോലത്തെ ഒരു സിമിലർ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പല്ലുവിൻ്റെ പോർഷനിൽ ഒരു ഷോർട്ട് പല്ലു ഡീറ്റെയിലിംഗ് ആയിരുന്നു ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ്ലി അറ്റാച്ച് ചെയ്തേക്കുന്ന ടാസൽസ്. ആൻഡ് ബോഡിയിൽ ത്രൂ ഔട്ട് ഒരു ട്രീൻ്റെ ലുക്കാട്ടോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന. ആൻഡ് എംബ്രോയ്ഡറിയിൽ കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ഒരു ലുക്ക്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ബേജ് ത്രെഡ്സും ഒലീവിൻ്റെ ഒരു ഷെയ്ഡും കൂടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. സ്കാറ്ററായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന സിൽവർ സെറീൻ്റെ ഒരു പോയിൻറ്റ് ലുക്ക്. ആൻഡ് ത്രൂ ഔട്ട് ബോഡിയിൽ ഈ ഒരു ലുക്കാട്ടോ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബോർഡറിൽ വളരെ തിന്നായിട്ട് വന്നേക്കുന്ന ഒരു സെറി ബോർഡർ ഡീറ്റെയിലിംഗ് സിൽവർ സെറിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു ബോർഡർലെസ് ലുക്കിലാണ് അത് വന്നേക്കുന്നത്. ആൻഡ് ലിനൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചും കൂടി ഒന്ന് സിമ്പിളായിട്ട് വരുന്ന ഒരു ലുക്കാണിത്. ഇതിനകത്ത് ബേജിൻ്റെയും റെഡിൻ്റെ ഒരു കോമ്പിനേഷനാട്ടോ. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ ഷോർട്ടായിട്ട് വന്നേക്കുന്ന പല്ലു ഡീറ്റെയിലിംഗ്. ഇതിലും ആ ഒരു സിൽവർ സെറീൻ്റെ ഒരു ലുക്കാണ് വിവ് ചെയ്തെടുത്തേക്കുന്നത്. ആൻഡ് അതിനെ സെപ്പറേറ്റ്ലി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ടാസൽസ്. ആൻഡ് ഇതിൻ്റെ കൂടെ പേര് ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് ഈ ഒരു സ്ട്രൈപ്സ് ലുക്കിൽ റെഡിൻ്റെയും ബേജിൻ്റെയും കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു വീവിങ് സ്റ്റൈലാണ് ബ്ലൗസിൽ കൊണ്ടുവന്നേക്കുന്നത് വിത്ത് ബോർഡർ ഡീറ്റെയിലിംഗ്. കോഡ് വരുന്നത് DLS 170 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2899. ഇതിൻ്റെ കൂടെ നമുക്ക് സിൽവർ ആൻഡ് ഗോൾഡിനെക്കാളും സിൽവറും ബ്ലാക്ക് ടോളിലൊക്കെ വരുന്ന ജ്വല്ലറീസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന സാരീസിൻ്റെ കളക്ഷൻ ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store. മാം ഇട്ടിരിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തായിരുന്നോ? ഇല്ല, ഞാൻ ആ കളർ കാർഡ് കൊടുക്കാനും വർക്ക് വെയർ ആയിട്ട് വെയർ ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. എന്നാൽ രണ്ട് സൈഡിലും പോക്കറ്റ്സും ഒക്കെ കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ്. ഒരു ഡ്രസ് പാറ്റേണിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഫോണൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടും ഇത് ചെയ്യാം. എന്നാൽ അത്യാവശ്യം എന്തെങ്കിലും ഒരു കീ ചെയിനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടണമെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഹിഡൻ പോക്കറ്റ് സ്റ്റൈലിലാണ് എൻ്റെ പാറ്റേൺ ചെയ്തേക്കുന്നത്. ഡ്രസ് പാറ്റേൺ, അതായത് സൽവാർ സെറ്റ്സ് ഇടുമ്പോൾ നമുക്ക് എപ്പോഴും ഷോളും കാര്യങ്ങളും ഒക്കെ കൊണ്ടേ നടക്കുമ്പോൾ വർക്ക് വെയർ എന്ന് പറയുമ്പോൾ നമുക്കത് അത്രയും ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡ്രസ് പാറ്റേൺ സെൻറ്റർ പാനലിൽ ക്ലോത്ത് ബട്ടൺസ് കൊടുത്തുകൊണ്ട് ഡബിൾ ഫ്ലാപ്പ് കോളർ നെക്കിനകത്ത് ഞാൻ എപ്പോഴും ഒരു സുഹാസിനി ആയിരുന്നതെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറൻസ് കൊടുക്കുന്ന ഷർട്ട് കോളറിൻ്റെ അല്ലെങ്കിൽ സ്യൂട്ടിൻ്റെ പാറ്റേണിൽ വന്നേക്കുന്ന ഒരു കോളർ പാറ്റേൺ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കാണ് കേട്ടോ. അപ്പോൾ കാരണം കളറ് ഓൺലൈനിൽ കാണുമ്പോൾ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ടർക്കോയിഷ് ചേർന്നിട്ടുള്ളൊരു ഗ്രീൻ ടച്ചാണ്. ഞാൻ ഡേ ലൈറ്റിലോട്ട് നിൽക്കാം. അപ്പോൾ ഡേ ലൈറ്റിൽ നിൽക്കുമ്പോൾ 1 സെക്കൻഡ് ഇതിൽ എന്നിട്ട് ഒരു കസ്റ്റമർ വന്നാണ് ഒരു ബ്രേക്ക് വന്നാൽ കേട്ടോ. അപ്പം ഇതിൻ്റെ എക്സാക്ട് കളർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഡേ ലൈറ്റിലോട്ടാണ് നിൽക്കുന്നത്. ഈ ഡേ ലൈറ്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എക്സാക്ട് കളർ അറിയായിരിക്കും. ഇല്ല, ടോട്ടലി ചേഞ്ച് ആയിട്ടുള്ളൊരു കളറാണ്. ഇത് ഡബിൾ ഷെയ്ഡിൽ, ഇത് ബെറ്റർ അപ്പുറത്ത് തന്നെ നിൽക്കുന്നതാണെന്ന് പറഞ്ഞത്. ഡബിൾ ഷെയ്ഡിലാണ് ഇതിൻ്റെ വീവിങ് പാറ്റേൺസ് വന്നിരിക്കുന്നത്. ഒരു ബ്ലൂവും ഗ്രീനും കൂടെ ഡബിൾ ഷെയ്ഡായിട്ട് വന്നിരിക്കുന്നത്. ഒരു റെയർ ഷെയ്ഡ്, ആ ടർക്കോയിഷ് ടച്ചുള്ള ഒരു റെയർ ഷെയ്ഡായിട്ടാണ് ഇതിൻ്റെ കളർ വരുന്നത്. ആൻഡ് ഫ്രണ്ടിൽ ജോയിൻറ്റ് വന്നിട്ട് ബട്ടൺസ് കവർ ചെയ്തിട്ടുള്ള പാറ്റേൺ സ്റ്റൈല്, ബാക്കിൽ എ ലൈൻ പാറ്റേൺ. ആൻഡ് ഇത് കണ്ടോ, ഇവിടെ ആ പോക്കറ്റ് ഹിഡൻ ആയിട്ടുള്ള ലുക്ക്. ഇപ്പോൾ നമ്മളൊന്നും പോക്കറ്റിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സഫാരി സൂട്ടിലൊക്കെ കാണുന്ന ഒരു പോക്കറ്റ് സ്റ്റൈലിൽ അതിൻ്റെ തന്നെ ഒരു സ്ലാൻഡിങ് പാറ്റേൺ ആണ്. അവിടെ മാത്രമാണ് നമ്മൾ ചെറിയൊരു എംബ്രോയിഡറി കൊടുത്ത് അതിന് ഡീറ്റെയിലിംഗ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുണീക്ക് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പീസ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന DN എന്ന കോഡിലാണ്. ലിങ്ക് തൊട്ട് താഴെയുണ്ട്. അപ്പം ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള DN കളക്ഷൻസ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റ് www.aham.store. ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് സൽവാർ സെറ്റ്സ്, അതും വൈറ്റ് ബേസിനകത്ത് കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്. ഇന്ന് 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വന്നേക്കുന്ന ട്രഡീഷണൽ ജയ്പൂരി ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനിലോട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകുന്നത്. അപ്പം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തതാണ്, റോസിൽ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. ഡ്രൈ വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ആൻഡ് ഇച്ചിരി ഒരു ലൂസ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാരണം എപ്പോഴും ഒരു സൽവാർ സെറ്റ്സ് വെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഫിഗറി ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽക്ക് ഫാബ്രിക്സിൻ്റെ ലൂസ് യാൺസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇന്ന് നമുക്ക് ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിങ്ങിൽ വന്നിട്ടുള്ള കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്.
ഫുള്ളായിട്ട് റോ സിൽക്കിൻ്റെ മെറ്റീരിയൽ നമ്മളിത് ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ടോപ്പിൻ്റെ സെൻറ്റർ പോർഷനിൽ ഫുൾ ബോഡിയിലും സ്കാറ്റേഡ് ആയിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ്. അതിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ആ ഡീറ്റെയിലിംഗ് ഒന്ന് ക്ലോസറിൽ കാണിച്ചു തരാം. ബ്രൗൺ കളറിലെ ഔട്ട്ലൈനിനകത്ത് ലൈറ്റ് ഗ്രീനിഷ് ബ്രൗൺ കളറിലെ ഫില്ലിങ്ങും ഓറഞ്ച് കളറിലെ ഫ്ലവേഴ്സുമാണ് ത്രൂ ഔട്ട് വന്നിട്ടുള്ളത്. അതാണ് അതിൻ്റെ ബൂട്ട ഫിനിഷിങ് വരുന്നത്. ആൻഡ് എൻ പോർഷനിൽ, അതായത് ടോപ്പിൻ്റെ എൻ പോർഷനിൽ നമുക്ക് ടെമ്പിൾ ബോർഡർ ഡീറ്റെയിലിങ്ങും ബ്രൗൺ ഷെയ്ഡിൻ്റെ കോമ്പിനേഷനിൽ അതിൻ്റെ ബ്ലോക്കായിട്ടുള്ള സോളിഡ് ബ്ലോക്കായിട്ടുള്ള ഫിനിഷിങ്ങിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ആൻഡ് ബാക്കിലും അതുപോലെ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട്. ബോർഡർ വൺ സൈഡഡ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. അപ്പം ടോപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് അതിനകത്ത് വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ കാന്ത ലൈൻസ് ഒക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്തെടുക്കാം. ആ ബ്രൗണിൻ്റെ തന്നെ ആ ഒരു കോഫി ബേസ്ഡ് ആയിട്ടുള്ള എൻ്റെ പ്ലെയിൻ മെറ്റീരിയലാണ് ബോട്ടം. ഇനി നമുക്കിതിൻ്റെ ദുപ്പട്ട കാണാം. കോഡ് വന്നേക്കുന്നത് SIK 185 എന്നുള്ള കോഡിലാണ്. ആൻഡ് ഇതെല്ലാം പ്രീമിയം മെറ്റീരിയൽ ആയത് കാരണം തന്നെ 6299 പ്രൈസ് റേഞ്ചിലാണ് ഈ കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക്. ഉണ്ടോ, ഒരു എലിഗൻറ്റ് പാർട്ടി വെയർ ലുക്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഞാനും പഴയതുപോലെ തന്നെ മിററിൽ വന്ന് നോക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോഴും നമ്മളൊരു ഒക്കേഷന് ചെന്ന് കഴിയുമ്പോഴും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ യുണീക്ക് പീസസ് ഇട്ടാലാണ് നമുക്ക് ആ ഒരു അതൊരു ഹാഫ് ഷൂവിൻ്റെ കൂടെയും ഒരു ബ്ലാക്ക് കളർ ഷൂ അല്ലെങ്കിൽ ഒരു പ്രിൻറ്റഡ് ഷൂസിൻ്റെ ഒക്കെ കൂടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഈ ഒരു ബ്രൗൺ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ അത്രയും ഇഷ്ടപ്പെട്ടില്ല. പ്രിയ, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി കളേഴ്സ് നമുക്ക് കാണാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് മെജന്ത വിത്ത് യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഇതും ഒരു ലൈവ് പാറ്റേൺ സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്നതാണ്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ലുക്കിൽ തന്നെ നമുക്ക് എടുക്കാം. ഇത് കണ്ടോ, ഞാൻ എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ഇതിലെന്തോ ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ട്. അപ്പം ഇത് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തപ്പോൾ വന്നിരിക്കുന്ന പാച്ചാണ് കേട്ടോ. അപ്പോൾ ഈ പീസ് എന്താണെങ്കിലും അവൈലബിൾ ആയിരിക്കില്ല. അപ്പം ഇത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫ്രഷ് പീസ് നമുക്കുണ്ടാവും, അതൊന്ന് പർച്ചേസ് ചെയ്യാം. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതേപോലെ തന്നെയാണ്. എപ്പോഴും സൽവാർ സെറ്റ്സിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തും അതുപോലെ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് ഇതെല്ലാം യുണീക്ക് ലുക്സിന് ഭയങ്കര നല്ലൊരു സ്റ്റൈലിംഗ് ചെയ്ത് വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ദുപ്പട്ട. നെക്സ്റ്റ് വൺ കളർ വന്നേക്കുന്നത് നമ്മുടെ ഫേവറേറ്റ് ഗ്രീനാണ്. ഗ്രീൻ ആൻഡ് ബ്ലൂ, പീകോക്ക് ഗ്രീൻ പീകോക്ക് ബ്ലൂ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന കളർ പാലറ്റാണ്. ഇപ്പം നമ്മൾ കണ്ടിരുന്ന രണ്ടും വൈറ്റ് ബേസിനകത്താണെങ്കിൽ ഇത് വന്നേക്കുന്നത് ആ ഒരു ഗ്രീൻ ബേസിനകത്ത് ലോവർ എൻഡിൽ മാത്രമായിട്ട് എൻ്റെ ഡിസൈൻ പാറ്റേൺ വരുന്ന രീതിയിലാണ് എൻ്റെ പാറ്റേൺ സ്റ്റൈൽ വന്നേക്കുന്നത്. ഉണ്ടോ, നല്ല ഒരു സിമ്പിൾ പാറ്റേൺ സ്റ്റൈലിൽ അല്ലെങ്കിൽ ഒരു കഫ്താൻ സ്റ്റൈലിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുവാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് എൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ആ ഒരു ബ്ലൂ ബേസിലാണ് എൻ്റെ ബോട്ടം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇനി നമുക്കതിൻ്റെ ദുപ്പട്ട കാണാം. ദുപ്പട്ടയിലും നമ്മളിപ്പോൾ കണ്ടിരുന്ന പോലത്തെ തന്നെ ബോർഡർ ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. ഒരു ഉണ്ടോ, ഇതാണ് എൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം വിത്ത് ദുപ്പട്ട വന്നേക്കുന്നത്. അപ്പം ഈ കളക്ഷൻസ് എല്ലാം തന്നെ 6299 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ അവർ വെബ്സൈറ്റ്. SIK എന്ന കോഡിലാണ്. 3 ലിങ്കും നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.